വെക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ ആൻഡ് വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് സൂപ്പർ ഫൺ റെസിപ്പി മാംഗോ ജെല്ലി പുഡിംഗ്. ഇത് നമ്മൾ മാങ്ങ വെച്ചൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണേ. എപ്പോഴും നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് മാങ്ങ ഇങ്ങനെ കഴിച്ച് മടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ട് പിള്ളേർക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാകാൻ കൊടുക്കാൻ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 3 നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുത്ത് പൂളിയെടുത്തു ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈൻ പ്യൂരിയാക്കി മാറ്റാണ് അതിനെ. ചൂടായിട്ട് വന്നൊരു പാനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗീയോ ബട്ടറോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ ജെല്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസിന് പകരം അഗറകൾ ഉപയോഗിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജലാറ്റിൻ കൂടി യൂസ് ചെയ്യാവുന്നതാണ്. കോമൺ ആയിട്ട് ചൈനീസ് ഡെസേർട്ടുകൾ എല്ലാം യൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ചൈന ഗ്രാസും അഗറും ജലാറ്റിനും എല്ലാം. അപ്പൊ നമ്മളിപ്പോൾ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് സോക്കായിട്ട് വരും. ആ ഒരു പാലിന്റെ ടെക്സ്ചറും ഫ്രൂട്ട്സിന്റെ ടെക്സ്ചറും എല്ലാം ഒരു ജെല്ലി ടൈപ്പ് ആവാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു പാത്രത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ സോക്കായി വന്നിട്ടുള്ള ചൈന ഗ്രാസ് കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ഈ സമയത്തിലേക്ക് നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്. മാംഗോ ജെല്ലിയുടെ ഈ ഒരു ലെയറും നെസ്ലെ മിൽക്ക് മെയ്ഡിന്റെ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പുഡിംഗ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു ക്രീമി ഡെലീഷ്യസ് ടെസ്റ്റ് ആണിത്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മെൽറ്റ് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ച് വലിയ പാൻ വെച്ച് കൊടുത്ത് 1/2 ലിറ്ററോളം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. റെഡി ആയിട്ടുള്ള ജെല്ലി ഒരേ വലുപ്പത്തിലുള്ള ചെറിയ ക്യൂബുകളാക്കി അത് വരഞ്ഞെടുത്തു. അത് നമ്മൾ സ്പാച്ചില കൊണ്ട് പതുക്കെ തിരിച്ചിടുക. ഇപ്പൊ നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള സെർവിംഗ് ബോളിൽ ഒരു 1/4 ഭാഗത്തോളാണ് നമ്മൾ പുഡിംഗ് എടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണ് നമ്മൾ മാംഗോയുടെ ജെല്ലി കൂടി ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം റെഫ്രിജറേറ്ററിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതേപോലെ നിരവധി ഡിഷുകൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിരവധി സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ റെസിപ്പി milkmaid.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ട് ചെയ്ത് നോക്കൂ. കാരണം ഞാനിത് ഉപയോഗിച്ചു, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടാഗ് മിൽക്ക് മെയ്ഡ് ആൻഡ് മീ ടു ഷെയർ യുവർ ക്രിയേഷൻ.